ഈ കേരളത്തിൽ അവർ ആരെയായിട്ടും ഒരു ബന്ധവുമില്ല. ഒന്ന് രണ്ട് പ്രസ് കോൺഫറൻസ് മാത്രമേ നടത്തി. പ്രസ് കോൺഫറൻസ് വന്നാൽ പ്രസ്സുകാർ വരും, നാട്ടുകാർ അവർ സകടം അയാൾ ബുദ്ധിമുട്ട് അറിയിക്കാൻ പറ്റില്ലല്ലോ. അതെ, അങ്ങനെ ഉണ്ടാവുക. എത്ര നല്ലൊരു പദ്ധതിയുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ പണ്ട് വിചാരിച്ചതിൻ്റെ 1/3 കോസ്റ്റ് അവർ ചെയ്യുള്ളൂ. അത് തീർച്ചയായും സഹായിക്കും, ഒരു സംശയമില്ല എനിക്ക്, അങ്ങനെ സംശയമില്ല. ഈ രേഖ മുഖേനയുള്ള ഉത്തരവ് ലഭിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവും? ഇല്ല, രേഖാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും തീർച്ചയാക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ബഡ്ജറ്റിലിടാൻ പറ്റില്ല, എന്തായാലും ടു ലേറ്റ്. അത് ബഡ്ജറ്റിലിടേണ്ട ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. കേൾക്കൂ. അതല്ല, അങ്ങനെയപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു ആരെ സർവേ ഏൽപ്പിക്കുക. അപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു സർവേ ചെയ്യുകയാണെങ്കിൽ DMRC ഏൽപ്പിക്കാതെ നല്ലത്. രണ്ട് കാരണത്തിൽ. ഒന്നാമത് DMRC ഇതേമാതിരി സർവേ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാണ്. അവർക്ക് പല ഡാറ്റയുണ്ട്, ജിയോളജിക്കൽ ഡാറ്റ എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്കാണെങ്കിൽ വേഗം ചെയ്യാൻ പറ്റും. ഒരു 8 to 9 months അവർ പണി തീർക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ദാറ്റ്. അദ്ദേഹം പറഞ്ഞു ഞാൻ തയ്യാറാണ്. എന്നിട്ടാണ് തയ്ച്ചത്. എന്നിട്ട് അന്ന് തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഈ റൂമിൽ തീർച്ചയാക്കിയുള്ള നാട്ടുകാരറിയോ, ഗവൺമെൻറ് അറിയോ. അപ്പോൾ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാമല്ലോ ഇപ്പം തന്നെ. എന്തുമായിട്ട് അദ്ദേഹം അപ്പം തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചു, ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. സെക്രട്ടറിയെ വിളിച്ചു, ഇന്ന് തന്നെ പ്രഷർ കൊടുക്കൂ, ശ്രീധർ വന്ന് സജസ്റ്റ് ചെയ്തു, DPR ചെയ്യാൻ പോവാണ്, അത് DMRC ഏൽപ്പിക്കുകയാണ്. അത് പറഞ്ഞിട്ട് അന്ന് അവിടെ കൊടുത്തിരിക്കണം, ഡൽഹി കൊടുത്തിരിക്കണേ. അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് പക്ഷെ അതൊക്കെ വെരി വെരി മൈനർ തിങ്. റെയിൽവേ ഈസ് നോട്ട് ഒരു ഇൻഫോർമൽ ടൈപ്പ് ഓർഗനൈസേഷനാണ് റെയിൽവേ. പലതും നമുക്ക് ചെയ്യാം, പിന്നെ ശേഷം അത് പിന്നെ സാങ്ഷൻ മേടിക്കാം, അത് ചെയ്യാൻ പറ്റേ. But the railway is not involved except giving the permission and the money required for DPR. പണം എത്ര വേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞു. അഡ്രസ്സിനുള്ള 13.1 crore എഴുതി കൊടുത്തു. 13 വരുന്നാൽ 10 വരുന്നത് ഇത് മെറ്റീരിയൽ. We are not doing it for a profit. We are doing it as a service to the nation. എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ സാധനം കൊണ്ടുവരുന്നുള്ള നിലയ്ക്ക് ചെയ്യണത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് കാണുന്നുണ്ടല്ലോ, ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രഖ്യാപനം ചെയ്യാനുള്ളത് ഇതിന് പ്രഖ്യാപനം അത് പരിഹരിക്കാൻ അറിയില്ല, എനിക്കറിയില്ല കേട്ടോ. കാണുന്നുണ്ടോ പ്രശ്നം അറിയില്ല. സാറിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ഈ സീസണിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ തുറന്നിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഗൗരവത്തിന് കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊരു പ്രചാരണം വരുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിണറായിയുടെ ഓഫീസ് ഇതിനെ പരിഹസിക്കുന്ന തരത്തിലാണ് ഇരിക്കുന്നത്. അത്തരം പ്രതികരണങ്ങളോട് എന്താണ് പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇത് P. രാജീവ് ഒരു ആയിട്ട് ഒരു റെക്കോർഡിലാണ് എങ്ങനെ ചെയ്യുക. This is not a state project now. It's a central project. സെൻട്രൽ പ്രോജക്റ്റിന് എന്തിനും സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതം അല്ലെങ്കിൽ അവരെ അറിയേണ്ട ആവശ്യം എല്ലാം കഴിഞ്ഞ് ചെയ്താൽ പോരെ, ഒരു സ്റ്റേജ് ഒന്നിനകത്ത് ചെയ്താൽ പോരെ. അത് കാര്യം എന്നോട് ചില പത്രക്കാരനെ ചോദിച്ചു, ഞാൻ വന്നോടനെ ഇപ്പോൾ സർവേ ചെയ്യാൻ പോവാണ്, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കട്ടെ. ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട അവസരമായിട്ടില്ല. കാരണം ഒരു റിട്ടേൺ ഓർഡർ കിട്ടും എനിക്ക്. ആ റിട്ടേൺ ഓർഡർ ഉണ്ടെങ്കിൽ അത് അതിനെ കോപ്പി ചെയ്ത് ഓർഡർ CMലൊക്കെ എടുത്തുവെച്ചാൽ അവർ അയക്കാം. അതുവരെ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഓൺലി മൈ ഓൺ ഇൻട്രസ്റ്റ് ടു സേവ് ടൈം. കാരണം മഴ വരാൻ പോയല്ലേ, ഇതൊക്കെ ചെയ്ത് നമുക്ക് സർവേ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം ഒക്ടോബർ വരെ കാത്തിരിക്കണ്ടേ.
അപ്പോൾ ഈ പറഞ്ഞ റിട്ടേൺ ഓർഡർ എന്നായിരിക്കും ലഭിക്കുക? ഞാൻ ആം എക്സ്പെക്ടിങ് വീക്ക് ഓർ 10 days.